കൊല്ലം തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സലീം മണ്ണിലിന്റേത് ആസൂത്രിത കൊലപാതകമെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. സലീം മണ്ണിലിന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നം ചർച്ച ചെയ്ത് തീർക്കുന്നതിനിടയിൽ SDPIയുടെ ഒരു വിഭാഗം ക്രിമിനലുകൾ ആസൂത്രിതമായി സലീമിനെ ആക്രമിക്കുകയായിരുന്നുവെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. തർക്കമുള്ള പ്രശ്നത്തിൽ ഏതെങ്കിലും പക്ഷത്ത് നിൽക്കുകയോ സംസാരിക്കുകയോ ചെയ്യാത്ത സലീമിനെ ആക്രമിച്ചു. പല വാഹനങ്ങളിലായി എത്തിയ 17ഓളം വരുന്ന സംഘം മധ്യസ്ഥതയുടെ മറവിൽ ആക്രമണം നടത്തുകയായിരുന്നു. സ്വന്തം പ്രദേശത്ത് ഇത്തരം വർഗീയ ശക്തികൾക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിക്കുകയും മതേതര നിലപാട് ഉയർത്തിപ്പിടിക്കുകയും ചെയ്ത സലീമിനെ ലക്ഷ്യം വെച്ച് ആക്രമണം ഉണ്ടായി എന്ന് MV ഗോവിന്ദ മാസ്റ്റർ ആരോപിച്ചു. ഈ മധ്യസ്ഥം പറയുന്നതിൻ്റെ മറവിൽ ഇവിടെ SDPI ഉൾപ്പെടെയുള്ള പിന്തിരിപ്പൻ ശക്തികൾക്കെതിരായി ഉറച്ച നിലപാട് സ്വീകരിക്കുകയും ഫലപ്രദമായിട്ട് ജനങ്ങളെ അണിനിരത്തി ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് അനുകൂലമായ സാഹചര്യം ഒരുക്കുകയും ചെയ്തതിൻ്റെ പകയാണ് സത്യം പറഞ്ഞാൽ ഈ കൊലപാതകത്തിലൂടെ അവർ നിർവഹിച്ചത്. അതേസമയം സലീം മണ്ഡലിനെ ആക്രമിച്ച കേസിൽ 2 പേർ കൂടി പിടിയിലായി. ശാസ്താംകോട്ട സ്വദേശി ഫൈസൽ, ഇയാളുടെ സഹോദരൻ മുസമ്മാൽ എന്നിവർ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായി. ഇവരെ പാലക്കാട് നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. ഫൈസൽ സജീവ SDPI പ്രവർത്തകനാണെന്ന് പോലീസ് പറയുന്നു. തേവലക്കര സ്വദേശികളായ മുഹമ്മദ് ഷാ, യൂസഫ് എന്നിവരെ സംഭവം നടന്ന മണിക്കൂറുകൾക്കകം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതോടെ സംഭവത്തിൽ ആകെ 4 പേർ അറസ്റ്റിലായി. കണ്ടാൽ അറിയാവുന്നവർ ഉൾപ്പെടെ 15ഓളം പേർക്കെതിരെയാണ് പോലീസ് കേസ്. കൈരളി ന്യൂസ്, കൊല്ലം.